ജെമിനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പോത്തുണ്ടി ഡാമും പോത്തുണ്ടി ഡാമിന്റെ താഴെയുള്ള പാർക്കുമാണ്. വളരെ മനോഹരമായ ഒരു ഡാമും പാർക്കുമാണ്. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിയിൽ നെല്ലിയാമ്പതി ചുരം കയറുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ പോത്തുണ്ടി ഡാം ഉള്ളത്. പോത്തുണ്ടി ഡാമിന്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നെല്ലിയാമ്പതിയിലേക്ക് പോകുമ്പോൾ നെല്ലിയാമ്പതിയിലെ കാഴ്ചകളെല്ലാം കാണിച്ചിരുന്നു. തിരിച്ചു വരുമ്പോൾ സമയം വൈകിയിരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്തൊന്നും ക്ലിയർ ആയതുകൊണ്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ കാണിക്കാതിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി പോയിട്ട് അവിടെ ഇതിന്റെ കാഴ്ചകളെല്ലാം കാണിക്കാമെന്നുള്ളൂ. ഞങ്ങളിവിടെ പോയത് പകൽ സമയത്തായിരുന്നു, വൈകുന്നേരമല്ല. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വളരെ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ലിയർ ആയിട്ട് കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് പകൽ പോയത്. നല്ല വെയിലുണ്ടായിരുന്നു, ആകാശം നല്ല ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയോടെ നമുക്ക് ഈ ഡാമിന്റെ കാഴ്ചകളും കാണാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര ക്ലിയർ ആയിട്ടാണ് നമ്മൾ കാണുന്നതെന്ന്. നമ്മളിവിടെ കാണുന്നത് നെല്ലിയാമ്പതിയുടെ മലനിരകളാണ്. 180 ഡിഗ്രിയിൽ ഇങ്ങനെ മലനിരകളുടെ ഇടയിലുള്ള ഒരു ഡാമാണിത്. ഇതുപോലെ തന്നെ ഒരു ഡാം നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു, മംഗലം ഡാം. അതുപോലെ തന്നെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയുള്ളതായിരുന്നു ചുള്ളിയാർ ഡാം. അതും നമ്മൾ ഈ ചാനലിനകത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പാലക്കാട് ജില്ലയിലെ മറ്റു ഡാമുകളെല്ലാം ഈ ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശിരുവാണി ഡാമുണ്ട്, അതുപോലെ തന്നെ വാളയാർ ഡാം, മറ്റ് ഒട്ടനവധി ഡാമുകളെല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല തൃശ്ശൂർ ജില്ലയിലെയും ഡാമുകളെല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനകത്ത് ഈ വീഡിയോകളുണ്ട്. ഡാമുകളുടെ തന്നെ പ്രത്യേകിച്ച് ഒരു പ്ലേ ലിസ്റ്റും ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡാമുകളും കാണാവുന്നതാണ്. വെയിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം നേരം ഒന്നും ഇവിടെ ഈ ഡാമിന് മുകളിലായിട്ട് നിൽക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ സന്ദർശകരും വളരെ കുറവായിരുന്നു. വൈകുന്നേരങ്ങളിലാണ് സന്ദർശകരെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രത്യേകിച്ചും പാർക്കിലെല്ലാം. ഞങ്ങള് അങ്ങനെ അല്പനേരം ഈ ഡാമിന്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോഴും കുട്ടികളൊക്കെ ആയിട്ട് ആളുകൾ ഇതിന്റെ മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഈ പാർക്കിന് മുൻവശത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ളത്. നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന യാത്രക്കാരെല്ലാം ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നിർത്തുന്നത് ഈ ഡാമിന്റെ പാർക്കിനടുത്താണ്. ഈ പാർക്കിന്റെ ഗേറ്റ് കഴിഞ്ഞ് അല്പം കൂടി പോയി കഴിഞ്ഞാലാണ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉള്ളത്. നെല്ലിയാമ്പതി പോകുമ്പോൾ നമ്മൾ അവിടെ എൻ്റർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് നെല്ലിയാമ്പതി പോകുന്നവർക്കെല്ലാം വന്ന് കാണാവുന്ന ഒരു പാർക്കാണിത്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് പാർക്കിലേക്ക് കടന്നു. അല്പ ദൂരം നമുക്ക് പാർക്കിലേക്ക് നടക്കാം. ഇവിടെ ഗാർഡൻ എല്ലാം വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഇവിടെ നല്ല മ്യൂസിക്, അതുപോലെ തന്നെ ഫൗണ്ടൻ എല്ലാം വർക്ക് ചെയ്യും. പകൽ സമയത്ത് ഞങ്ങളിപ്പോൾ നടക്കുമ്പോഴും ഇതിനകത്ത് ഇങ്ങനെ മ്യൂസിക് ഉണ്ട്. ഡാമിന്റെ മുകളിലേക്കിട്ട് വളരെ ലെങ്ത് ഉണ്ട്. അത്രയും ഭാഗം തന്നെ ഈ ഗാർഡനും പാർക്കും ഉണ്ട്.
പാർക്കിൽ ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് തണൽ മരങ്ങളും അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഈ പാർക്ക് അവസാനിക്കുന്ന ഭാഗത്ത് അവിടെ നിന്ന് വീണ്ടും നടന്നു കഴിഞ്ഞാലാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉള്ളത്. സ്കൈ റൈഡിങ്, അതുപോലെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല, കാരണം ഒന്നാമത് നല്ല വെയിലായിരുന്നു, തന്നെയല്ല ഉച്ച സമയമായിരുന്നുകൊണ്ട് അവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടൂറിസ്റ്റുകളും കുറവായിരിക്കും. വൈകുന്നേരങ്ങളിലാണ് അവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവുന്നത്. വൈകുന്നേരങ്ങളിൽ വരുന്നവർക്ക് അതുകൂടി ആസ്വദിച്ച് തുടർന്ന് പോകാൻ കഴിയും. പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ട് ചിൽഡ്രൻസിനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പാർക്ക് സൗകര്യമുണ്ട്. കളി ഉപകരണങ്ങളെല്ലാം വളരെ ഭംഗിയോടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ പകൽ സമയമായിട്ട് കൂടി 1-2 ഫൗണ്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ അഡ്വഞ്ചറസ് ഗാർഡൻ തുടങ്ങുന്നതിന് മുൻഭാഗത്താണ് ഈ ഇല്ലിമുളം കാടെല്ലാം ഉള്ളത്. ഇത് കഴിഞ്ഞാലാണ് നമുക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉള്ളത്. ഞങ്ങളങ്ങനെ അഡ്വഞ്ചറസ് പാർക്കിന്റെ അടുത്ത് വരെ ചെന്നതിനിടെ തിരിച്ച് നടക്കുകയാണ്. നടക്കാനുള്ള വഴിയെല്ലാം ടൈൽസുകൾ പിരിച്ച് വളരെ മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലേക്ക് പോകുന്നവരെല്ലാം തിരിച്ചു വരുന്ന സമയത്ത് സമയമുണ്ടെങ്കിൽ ഇവിടെ കയറുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ തിരിച്ചു വരുന്ന സമയത്തെന്ന് പറഞ്ഞത് നമ്മൾ 1 ഡേ ട്രിപ്പായിട്ട് പോവുകയാണെങ്കിൽ 6 മണിക്ക് മുമ്പ് നമ്മൾ തിരിച്ച് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നെല്ലിയാമ്പതിയിൽ സ്റ്റേ ചെയ്യണം. തിരിച്ച് ഏതാണ്ട് ഒരു 4 മണിക്കൊക്കെ നമ്മളിവിടെ എത്തുകയാണെങ്കിൽ നമുക്കിവിടെ 1 മണിക്കൂർ ഈ പാർക്കിനകത്ത് ചെലവ് ചെയ്തതിനു ശേഷം നമുക്ക് തിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഈ പോത്തുണ്ടി ഡാമും പോത്തുണ്ടി ഡാമിനോട് ചേർന്ന് നടക്കുന്ന ഈ പാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇവിടെ ഗാർഡന്റെ എൻട്രൻസിൽ തന്നെ സ്നാക്സ് എല്ലാം കഴിക്കാൻ സൗകര്യമുണ്ട്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.